മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ 19ാം വാർഡ് അത് LDFിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് നിലവിൽ UDF കൈയടക്കി. അതിൽ എടുത്തു പറയേണ്ടത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളൊരു സ്ഥാനാർത്ഥി കൂടിയാണ്. എന്താ പേര്? ചിത്രാദേവി. എത്ര വോട്ടിനാ ജയിച്ചേ? 327. അത് ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച വോട്ടായിരുന്നു. അതെ അതെ. ഈ പ്രചാരണത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തുണ്ട്, ആൾക്കാരൊക്കെ എങ്ങനെ പറഞ്ഞത്, ജയിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ അങ്ങോട്ട് എങ്ങനെയാ, സന്തോഷമാണോ? ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ എന്തൊക്കെയാ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? പഞ്ചായത്തിലെ എന്നെ കിടക്കിതോ അത് ആളുകൾക്ക് ചെയ്യും. ഹസ്ബൻഡ് പിന്തുണയായിട്ട് കൂടി ഉണ്ടായിരുന്നല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് ഹസ്ബൻഡ് തുണയായിട്ട് കൂടി ഉണ്ടായിരുന്നു? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മള് ജനങ്ങളോട് നമ്മൾ അറിയാം എങ്ങനെ അവർക്ക് എന്താ ആവശ്യം ചെയ്തുള്ളതെന്നൊക്കെ. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്തു വന്നതുകൊണ്ട് ഒരു മികച്ച ഭൂരിപക്ഷം നമുക്ക് കിട്ടി. ഇനിയും നമ്മൾ വാർഡിൽ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ വാർഡിന്റെ വികസനവും പഠിക്കുന്ന പിള്ളേർക്ക് പഠിത്തത്തിൽ സപ്പോർട്ടും പിന്നെ ജോലിയുടെ ഇതും അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് ഉണ്ടാവും. എന്താണ് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മുടെ റോഡ് എന്ന് വെച്ചാൽ ഒത്തിരി മോശമായിട്ടായിരിക്കുന്നത്. ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോഡ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നല്ല ഒരു സൗകര്യമുള്ള റോഡ് വേണം. പിന്നെ വന്ന് പഠിത്തം, പിള്ളേർക്കുള്ള അവർക്ക് പഠിത്തത്തിനുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇതില് ആദ്യം പ്രചാരണത്തിലൊക്കെ ഇറങ്ങിയപ്പോ ഇങ്ങനെ ഒരു പാർട്ടി വലിയൊരു ദൗത്യം തന്നു. നിലവിലത് LDFിന്റെ സീറ്റായിരുന്നു. അതെ. അപ്പൊ അത് പിടിച്ച് കൈയടക്കണം എന്നുള്ള ഇതൊക്കെ തന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു പേടി ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ നമ്മള് നാട്ടുകാരോട് ഇടപെടുന്നു, പക്ഷേ ആൾക്കാർ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയുന്നില്ല. അവരുടെ ഭരണവും ഉണ്ട്, നമ്മുടെ വാർഡ് ഇത് മാറിയാലും അവരുടെ ഭരണം ഉണ്ടല്ലേ, അപ്പൊ അതിന്റെ ഒരു പ്രഷറൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ശക്തമായിട്ട് ഇറങ്ങി ആൾക്കാർ ഞങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഞങ്ങളുടെ നന്ദിയുണ്ട് ഒത്തിരി. ആദ്യമായിട്ടാണോ? അതെ അതെ. പേടിയെല്ലാം ഉണ്ടോ? ശരിയായിക്കോളൂല്ലേ? ശരിയായിക്കോളും. ഏതായാലും ആദ്യഘട്ടത്തില് അവിടെയുള്ള റോഡ് വികസനം സാധ്യമാക്കണം. അതൊക്കെ തന്നെയാണ് അവരുടെയും കാഴ്ചപ്പാട്. കാരണം തോട്ടമേഖലയിലെ റോഡുകളെല്ലാം തന്നെ വലിയ ശോചനീയാവസ്ഥയിലാണ്. ആദ്യം റോഡ് പരിഗണിക്കും എന്നതാണ് മെമ്പറിന്റെ ഒരു വാഗ്ദാനം. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.